10 കിലോമീറ്ററോളം കൂടുതലാണ്. 59, 79, 10 അല്ല, 59, 60, 20 കിലോമീറ്റർ ഒപ്പൻ്റെ മുകളിൽ വർത്തായി. കാരണം മഹീന്ദ്രയുടെ താർ റോക്സ് ഓടിച്ചതിന് ശേഷം പിന്നെ മഹീന്ദ്രയുടെ വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് പോയിട്ട് ബൊലോറോ നിയോയും കണ്ടു, ഓക്കെ. പക്ഷേ വണ്ടി ഓടിക്കലുണ്ടായിട്ടില്ല. അന്ന് താർ റോക്സ് ഓടിച്ചപ്പോഴേ താർ റോക്സിൻ്റെ ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ ചെറുതാണ്, യൂട്ടിലിറ്റി കുറവാണ് ഒരു വലിയ വണ്ടിക്ക് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ റൈഡ് ക്വാളിറ്റിയുടെ ഒരു കാര്യത്തിൽ ഒത്തിരി വെർട്ടിക്കൽ മൂവ്മെൻ്റ് കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ താർ റോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. യാഥാർത്ഥ്യങ്ങൾ, ഈ ഫാക്ട്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. പക്ഷേ ഞാൻ മഹീന്ദ്ര വണ്ടിയൊന്നും ഓടിച്ചില്ല. എന്നാൽ ഇന്ന് എൻ്റെ കൂടെ ഒരു മഹീന്ദ്രയുടെ വണ്ടിയുണ്ട്. അത് മഹീന്ദ്ര XEV9S ആണ്. റോഡിനപ്പുറത്ത് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, റോഡിനപ്പുറത്ത്. ആ വണ്ടി ഞാൻ എടുത്തേക്കുന്നത് AMBയിൽ നിന്നാണ്, എറണാകുളത്തെ അവിടെ നിന്നാണ്. എന്തായാലും ഈ 9Sൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് 9S, ഓക്കെ. XUV 700 അല്ലെങ്കിൽ 7Xൻ്റെ അതേ ചായയാണ്. അതുകൊണ്ട് ഗുണമൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ 9E ആണെങ്കിലും അതല്ല BE6 ആണെങ്കിലും ഒരു പ്രോപ്പർ കാറിൻ്റെ രൂപമല്ലല്ലോ, നമുക്ക് കാണാൻ ഒരു ഏലിയൻ രൂപമായിട്ടല്ലേ. പക്ഷേ ഇത് ഒരു XUVയുടെ രൂപമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറാനായിട്ട് പെട്രോൾ ഡീസൽ വണ്ടികളുള്ള ആളുകൾക്ക് ഒരു ഹെസിറ്റേഷൻ വരില്ല. രൂപം സെയിം ആയതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ഫിമിലാരിറ്റി ഉള്ളതുകൊണ്ടും. ഇതിൽ അഡാസൊക്കെ ഉണ്ട്. അഡാസ് ലെവൽ 2 അതിൻ്റെ ക്യാമറയൊക്കെ കാണാം, കണ്ടോ. മുകളിൽ പനോരമിക് സൺറൂഫൊക്കെ ഉണ്ട്. അപ്പോൾ 2 ആ ഒരു റെയിലൊക്കെ കാണാം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു SUV EV ആയപ്പോൾ എങ്ങനെ ഇരിക്കും, അതാണ് എൻ്റെ കാര്യം. ഇത് ഇംഗ്ലോ പ്ലാറ്റ്ഫോമാണ്. ബോഡി പാനലുകളും അല്ലെങ്കിൽ ബമ്പറുകളും മാത്രമാണ് XUV ആയിട്ടുള്ള സാമ്യം അല്ലെങ്കിൽ 7X ആയിട്ടുള്ള സാമ്യം എന്നുള്ളതാണ്. എന്തായാലും ഇത് 9S ആണ്. ഫ്രണ്ടിലെ ആ ഒരു ലോഗോ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് മഹീന്ദ്രയുടെ ആ EV വണ്ടികളിലേക്ക് ലോഗോ, കണ്ടോ. പിന്നെ ക്യാമറ കാണാം, ഓക്കെ. ബമ്പറിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. വലിയ ലൈറ്റ് ബാറൊക്കെ കാണാം. ഈ ലൈറ്റ് ബാറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ലോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്ക് തുറക്കുമ്പോഴൊക്കെ ആ ലൈറ്റുകൾ മിന്നുന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനിമേഷനൊക്കെ കാണാൻ ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈറ്റുകളുടെ ആ ഒരു ഡാൻസ് ചെയ്യുന്ന എഫക്റ്റാണ്, കാണാൻ ഭംഗിയെന്നാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് 4 ചുറ്റുമുള്ള ക്ലാഡിംഗ് എല്ലാം. അത് മുന്നിലെ ബമ്പറും അങ്ങനെ തന്നെ. അതിൽ പാർക്കിംഗ് സെൻസറൊക്കെ ഉണ്ട്, ഓക്കെ. അവിടെ ഇവിടെ ലൈൻസൊക്കെ കാണാം. ആ മുകളിലെ താഴെ ലൈൻസ്, ആ ഉള്ളിലത്തെ ലൈൻസ്, ഓക്കെ. ഡിസൈൻ എലമെൻറ്റുകളുടെ ബാഹുല്യം അല്ലെങ്കിൽ ബഹളം എന്ന് പറയുന്നത് മഹീന്ദ്രയ്ക്ക് പുതിയ കാര്യമൊന്നുമില്ല, അതിവിടെ ഉണ്ട്. ഇത് ഇലക്ട്രിക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോണറ്റിനകത്ത് എന്താ, ഇവിടെ ബോണറ്റ് എന്നല്ല പറയാം, നമുക്ക് പറയേണ്ടത് ഫ്രങ്ക് എന്നാണ്. 150 ലിറ്റർ ഫ്രങ്ക് ഉണ്ട് ഈ വണ്ടിക്ക്. ഈ ഫ്രങ്കിനകത്ത് കയറിയിരിക്കാനായിട്ട് ഞാൻ 2 ആഴ്ചയാണ് വർക്കൗട്ട് ചെയ്തത്. കാരണം ഇതിൽ 60 കിലോഗ്രാമാണ് മാക്സിമം കപ്പാസിറ്റി. 70 കിലോന്ന് 60 ആക്കാൻ പാടെനിക്കറിയുള്ളൂ, ഓക്കെ. എന്തായാലും ഫ്രങ്ക് ഉണ്ട്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ല, ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രങ്കിന് അത്യാവശ്യം ഡീപ്പായിട്ട് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക് സ്റ്റഡുകളാണ് നിൽക്കുന്നത്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഫോക്സ് വാളിൽ കണ്ട പോലെ 2 ലാച്ച്, 1, 2. ഏത് വണ്ടിയിലാണ്? 6 ലൈനിൽ. പിന്നെ വൈപ്പർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നത് ഇവിടെയാണേ, കണ്ടോ. ഇതിനകത്താ ECPC. ഞാൻ അകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് അത് അടച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു പാനൽ ഗ്യാപ്പോടെ കാണാം, ഓക്കെ. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. താർ റോക്സിൽ സംഭവിച്ച് എനിക്ക് വീണ്ടും ഇവിടെ സംഭവിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് മഹീന്ദ്ര വണ്ടികൾ ഓടിച്ചേ പറ്റുള്ളൂ, കേട്ടോ. വശങ്ങളിൽ ഈ ബോണറ്റിൻ്റെ ഷട്ട് ലൈനൊക്കെ കണ്ടോ. പിന്നെ വീലിൽ ഒരു എയറോ ഇൻസെർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽസ് തന്നെയാണ്. ഇത് 18 ഇഞ്ചാണ്, 235, 60, R18 കണ്ടില്ലേ. ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ലാഡിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ട് പിൻഭാഗം വരെ ഉണ്ട്. അത് ഇംഗ്ലോ എന്നുള്ള ഇലക്ട്രിക് ഒറിജിനൽ പ്ലാറ്റ്ഫോമാണെന്ന് കാണാം. മുന്നിലും ഡിസ്ക് ബ്രേക്ക് സ്വാഭാവികം. 9Sനകത്ത് മഹീന്ദ്ര XUVയുടെ പടമാണോ? അല്ല, അത് 9Sൻ്റെ തന്നെ പടമാണ്. ഈ ഗ്ലാസ്സുകൾ കണ്ടില്ലേ, ആ പാനലും ഈ എലമെൻറ്റൊക്കെ കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത്. ലോക്കിംഗ് ഭാഗത്ത് പോവും, അൺലോക്കിംഗ് പുറത്ത് വരും, ഓക്കെ. അപ്പോൾ അത് മോട്ടറൈസ്ഡാണ്. മിററിൽ ക്യാമറ കാണാം. 360 ക്യാമറ ഉള്ള മോഡലാണ് ഈ 9S എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇതാണ് ചാർജിങ് പോർട്ട്. ഇത് ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു വണ്ടിയാണെന്ന് അറിയാലോ, DC ഫാസ്റ്റ് ചാർജിങ്. ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റിയും ഭയങ്കര ഫാസ്റ്റാണ്. അതായത് 79 kWh ഇതിൻ്റെ ബാറ്ററി. അത് പെട്ടെന്ന് ചാർജ് ആവുന്ന മഹീന്ദ്ര പറയുന്നത്. പിന്നിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ലൈറ്റിലും ലോഗോയിലും ഒക്കെ, ഓക്കെ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. അത് പിന്നെന്നാണ് കൂടുതൽ. സ്പോയിലറുണ്ട്, വൈപ്പറുണ്ട്, ഡിഫോഗറുണ്ട്, XEV9 ബാഡ്ജിങ് ഉണ്ട്. താഴെ നമുക്ക് ആ ഒരു ബമ്പർ കാണാം. ബമ്പറിലും ആവശ്യത്തിലധികം എലമെൻറ്റുകളുണ്ട്, കേട്ടോ. ഈ സസ്പെൻഷൻ നോക്കിയേ, അത് ഇൻഡിപെൻഡൻ്റ് അല്ലേ. റിയർ വീൽ ഡ്രൈവ് ആണ്, ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അപ്പോൾ റൈഡ് ക്വാളിറ്റിയുടെ കാര്യം ഞാൻ വേണ്ടി പറയാം, ഓക്കെ. പിന്നെ ഈ ഹാച്ച് ഡോർ അല്ലെങ്കിൽ ഈ ബൂട്ട് ഡോർ എന്ന് പറയുന്നത് XUVയിൽ ഫൈബറല്ല,
പ്ലാസ്റ്റിക് റീഇൻഫോഴ്സ് മെറ്റീരിയലാണ്. അതിവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ ക്യാമറ കാണാം, ഞാനിത് തുറക്കട്ടെ. പവേർഡ് ടെയിൽഗേറ്റ് അല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം ഈ വണ്ടിക്ക് 35 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. 7 സീറ്റർ EV ആണ്. 7 സീറ്റുകളുണ്ട്. ഈ സീറ്റ് മടക്കലൊക്കെ നമ്മൾ XUV കണ്ട പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും പറയാനില്ല. സുഖ പരിപാടി. ഇത് മടക്കിയിട്ടാൽ 500 ലിറ്ററിൻ്റെ മുകളിലാണ്. ബൂട്ട് തുറന്നിട്ടാൽ ബൂട്ട് സ്പേസ് കുറവാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു പാഡ് എടുത്ത് വെക്കുമ്പോൾ. പിന്നെ തേർഡ് റോയിൽ നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറയുന്നത് AC വെൻ്റ് ഉണ്ട്, കപ്പ് ഹോൾഡർ ഉണ്ട്. ഓക്കെ, ആ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം, കയറാനായിട്ട് ഫോൾഡ് ചെയ്യാൻ വേറെ വഴിയില്ല. ഇതിൻ്റെ തേർഡ് റോയിൽ നമുക്ക് AC കൺട്രോൾസൊക്കെ കാണാം കേട്ടോ. XUV 700 കണ്ട പോലെ തന്നെയാണത്. ഞാൻ 7X ഓടിച്ചില്ല, അതുകൊണ്ടാണ് 700 എന്ന് പറയുന്നത്, തെറ്റിയില്ല. പിന്നെ ആ സീറ്റിൻ്റെ ബാക്കിൽ എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ഇവിടെ ഇത് പവേർഡ് ടെയിൽ ഗേറ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ പിടിച്ചടയ്ക്കാനുള്ളൊരു സംഗതി ഇവിടെ കാണാം. വേണമെങ്കിൽ വെയിറ്റും കുറവാണ്, അതുകൊണ്ട് അടയ്ക്കലൊന്നും അത്ര ബുദ്ധിമുട്ടല്ല കേട്ടോ. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻഡ്ര. ഇത് കേട്ടോ, സുന എന്താ മനസ്സിലായോ? അതാണ് വെള്ളം ചീറ്റുന്ന സുന. ഈ ബമ്പറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? എനിക്കിത് ഒരിത്തിരി കൗതുകമായിട്ട് തോന്നി. ആ സൈഡിലെ സിൽവർ ഇൻസേർട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഓക്കെ, ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതല്ല. ഇവിടെ നിങ്ങൾ ഇംഗ്ലോ എന്നുള്ള സ്റ്റിക്കർ കണ്ടു, ഇലക്ട്രിക് ഒറിജിൻ. പക്ഷേ ഇതിൻ്റെ വലതുവശത്തെ ഫ്രണ്ടിൽ വേറൊരു സംഗതി ഉണ്ട്. ഈ 3 എബോവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വേരിയൻ്റാണ്. പാക്ക് 1 എബോ, പാക്ക് 2 എബോ, പാക്ക് 3 ആൻഡ് 3 എബോ. അതാണ് എൻ്റെ വേരിയൻറ്റുകൾ എന്ന് പറയുന്നത്. 59 kWh 79 kWh 2 ബാറ്ററി പാക്കാണ്. ഇപ്പോൾ പാക്ക് 1 എബോ, പാക്ക് 2 എബോ, പാക്ക് 3 എബോ. 3 എബോയിലെ ഏറ്റവും ടോപ്പ് മോഡൽ 3 എബോ. 3 എബോ ഉണ്ട്. 3 എബോ ആണിത്. ഇതിന് 79 kWh. ഇത് റേഞ്ച് പറഞ്ഞ 600 km മുകളിലാണ്. അപ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന റിയലിസ്റ്റിക് റേഞ്ച് എന്ന് പറയുന്നത് 450 മുതൽ 500 വരെയാണ്. ഞാൻ ഓടിച്ചപ്പോൾ ആദ്യം ഞാൻ വണ്ടി എടുത്തപ്പോൾ 1 kWh കാണിച്ചിരുന്നത് 4.3 km. അപ്പോൾ ഞാൻ കുറച്ച് മോഡൊക്കെ മാറ്റി ലൈറ്റായിട്ട് ഓടിച്ചപ്പോൾ 8 വരെ കാണിച്ചു. അപ്പോൾ 8 വരെ കാണിച്ചു എന്ന് പറയാൻ എനിക്കൊന്നും ഒരു 6 നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാണാം. അപ്പോൾ 80 കൂട്ടി 79 എന്നുള്ളത്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 16, 60, 6, 8, 48. ഓക്കെ, 480 കിലോമീറ്ററോളം റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇത് ബ്ലേഡാണ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുമ്പോൾ ലിഥിയം അയൺ തന്നെയാണ്. ബ്ലേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിന്യാസമാണ്. ഓക്കെ, എന്തായാലും ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റേഞ്ചും. 288 HP ആണ് ഈ ഒരു മോഡലിൻ്റെ പവർ എന്ന് പറയുന്നത്. വാവ്, 7 സെക്കൻഡിലാണ് 100. പിന്നെ ഇതിൻ്റെ താഴെയുള്ള മോഡലില്ലേ, തുടങ്ങുന്ന മോഡൽ, അതിന് 240 HP ആണ്. ടോർക്കെല്ലാം സെയിമാണ്, 400 Nm താഴെ. എനിക്ക് മഹീന്ദ്ര വണ്ടിയുടെ ചില കാര്യങ്ങൾ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ ഈ വൈപ്പർ ബ്ലേഡൊക്കെ കണ്ടോ, അത് ഊരാനുള്ള മെക്കാനിസം ശരിക്കും കൗതുകമാണ്. കൗതുകം എന്ന് പറയാൻ പറ്റുക. അതെ, ഇവിടെ NFC സിമ്പിൾ ഉണ്ട്. അപ്പോൾ NFC കാർഡ് ഉപയോഗിച്ചും ഇത് നമുക്ക് തുറക്കും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. സീറ്റ് പിന്നാക്കാൻ പോവും. ഓക്കെ, ഈ ഡാഷ്ബോർഡിൽ 3 സ്ക്രീനാണേ. 3 സ്ക്രീനും HUD അഥവാ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, ഈ സ്ക്രീന് 3 ഒരിത്തിരി ഓവർക്കില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ബ്ലെയിം മൈ പ്രായം, ഒന്നും പറയില്ല. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വട്ടത്തിലല്ല, അതിന് താഴത്തൊരു ചെറിയ ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റ മോട്ടോഴ്സ് സ്റ്റിയറിംഗ് കണ്ട പോലെ ശരിക്കും ഒരു പ്ലേറ്റും ഉണ്ട് ഗ്ലാസിൻ്റെ. ഓക്കെ, സ്റ്റിയറിംഗിൻ്റെ മുകളിൽ പാഡ് ഷിഫ്റ്റർ പോലെ കൊടുത്ത മുകൾ ഭാഗത്ത് പൊട്ടിവിടെ നിൽക്കുന്ന ഈ സംഗതികൾ റീജൻ്റെ ആണ്. ഓക്കെ, ഈ സ്റ്റാക്കൊക്കെ നമ്മൾ 700 കണ്ടിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് പറയാനുള്ളത് ഇതിൻ്റെ മെമ്മറി സീറ്റിൻ്റെ കാര്യമാണ്. മെമ്മറി സീറ്റ് എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. കാരണം പലരും ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ സീറ്റ് തിരിച്ച് നമ്മുടെ പൊസിഷനിൽ എത്താൻ എളുപ്പമാണ്. ഇതൊക്കെ പിയാനോ ബ്ലാക്കിലാണ്. ഈ സ്വിച്ചുകളും ഈ സ്വിച്ചുകളുടെയൊക്കെ ഷേപ്പിനകത്ത് ഒരിത്തിരി വിയേർഡ്നെസ് ഉണ്ട്. നമ്മൾ EV ആക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. അതിവിടെ ഇംഗ്ലോ പ്ലാറ്റ്ഫോമിൽ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറയാം. ഈ സ്വിച്ചുകളുടെ ഈ ടോഗിൾ കണ്ടോ, 5 ഒരു ഇത് കൊടുത്തു. EV ആണെങ്കിൽ ടോഗിൾ സ്വിച്ച് വേണമെന്നാണോ? ആർക്കറിയാം. പിന്നെ ഇവിടെ ഒരു ഗ്ലാസി ഫിനിഷുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി ഡീപ്പായിട്ട് പിടിച്ചോന്നാണ്. ഈ സീറ്റിൻ്റെ ഡിസൈൻ കൊള്ളാം കേട്ടോ, ബോൾസ്റ്ററിങ് കൊള്ളാം. അതായത് XUV 700 ഇരിക്കുമ്പോഴേ ഒന്ന് ഉരുത്തി പോകുന്ന ഫീലൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് അതൊന്നുമില്ല, അത് പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ അവിടെ ആ സപ്പോർട്ട് ചെയ്യുന്ന ലംബർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോട്ടറി നോബ് ഉണ്ടോ, അതൊക്കെ ഉണ്ട്. ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും ഉള്ളതുകൊണ്ടേ ഈ സീറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് വെച്ച് ഓടിക്കാനുള്ള ഗുണമൊക്കെ ഉണ്ട്. താർറോക്സ് പോലെയല്ല, ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. വലുതാ. ഇവിടെ അവർ ബോട്ടിലിൻ്റെയും കപ്പിൻ്റെയും സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അമ്പർലയുടെയും. ഓക്കെ, അമ്പർലയും വെക്കാം നമുക്ക്. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇതൊരിത്തിരി ചെറുതായിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഓണാക്കുമ്പോൾ ലോഗോ എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിലും കാണാം. പിന്നെ അവിടെ ഓണായി വരുന്ന സ്ക്രീനിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഡ്രൈവർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സേഫ് വെഹിക്കിൾ ഓപ്പറേഷൻ. ഓക്കെ, അറിയാം. മഹീന്ദ്രയുടെ ഈ വണ്ടിയിൽ 9S 3 സ്ക്രീൻ ഉണ്ട്. ഒന്ന് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീന്, ഒന്ന് എൻ്റർടൈൻമെൻറ്റ് സ്ക്രീന്, ഒന്ന് ക്ലസ്റ്റർ. ഓക്കെ, ആ സ്ക്രീൻ നമ്മൾ ഡ്രൈവറുടെ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂട്യൂബ് കിട്ടൊക്കെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഇതിൻ്റെ റെസ്പോൺസീവ്നെസ് ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്രീനാണ്. അതായത് നമുക്ക് ആ നാവിഗേഷനുള്ളിൽ കൂടെ പോകാൻ, അല്ലെങ്കിൽ ഇതിനകത്തെ മെനു നാവിഗേറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേക്ക് വയർലെസ് ആണ്. അതുപോലെ വെഹിക്കിൾ ആപ്സ് ഉണ്ട്. വെഹിക്കിൾ ആപ്സിൻ്റെ നാവിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആപ്പിൾസിൻ്റെ നാവിഗേഷനെല്ലാം മറ്റു വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനകത്തും ഉണ്ട്.
ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞ കാര്യമില്ല, ഇവിടെ ഗ്രൂമി എന്ന് പറഞ്ഞ മോഡാണ്. ഈ ഗ്രൂമി എന്ന് പറഞ്ഞ മോഡാണ് ഞാൻ നേരത്തെ കീ ഓൺ ആക്കിയപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓഡിയോ സെലക്ട് ചെയ്യണമെങ്കിലോ, നമുക്ക് ഏതെങ്കിലും ഓഡിയോ FM-ലോ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ, ഞാൻ FM സെലക്ട് ചെയ്യാൻ വെറുതെ 943 ഗ്രൂമി. ഓക്കെ, സ്റ്റാർട്ട് ഷോ. ഈ സ്റ്റാർട്ട് ഷോ എന്ന് പറയുമ്പോൾ വണ്ടി പിന്നെ ഫുള്ള് ലൈറ്റ് കാണിക്കാൻ എൻജോയ് ചെയ്യട്ടെ റോഡ് പുറത്തോട്ട്. ആ പാടുന്ന പാട്ടിനനുസരിച്ച് വണ്ടിയുടെ ലൈറ്റുകൾ തുള്ളിക്കളിക്കും. ഇതാണ് ബാക്ക്. നമ്മൾ B6-ലാണെന്ന് തോന്നുന്നു ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇതാ 9S-ലുണ്ട്. ഓക്കെ, മഹീന്ദ്ര വണ്ടികളിലൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലൈറ്റുകൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും പല ഡിസൈൻ പാറ്റേണിൽ, കണ്ടോ. ഇതാണ് ഗ്രൂമി. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഷോപ്പല്ല, സ്റ്റോപ്പ് ചെയ്യാം. ഇനി റേഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് മ്യൂട്ടായി. ഇനി നമ്മൾ വീണ്ടും മെനുവിലേക്ക് പോകണം. മെനുവിലേക്ക് പോകുമ്പോൾ ADAS, ഡ്രൈവർ അസിസ്റ്റൻറ്റിനകത്ത് കൊളിഷൻ വാണിംഗ്, ലെയിൻ അസിസ്റ്റ്, ഡ്രൈവർ അറ്റൻഷൻ, സ്പീഡ് ലിമിറ്റ്, ക്രൂസ് കൺട്രോൾ, പാർക്കിംഗ്. ഓക്കെ, അതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി മഹീന്ദ്ര വണ്ടികളൊക്കെ ഉണ്ട്. ലെവൽ 2 ADAS വണ്ടിയിൽ ഫൺ ആൻഡ് വർക്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാം, പടം കാണാം. ഓക്കെ, അതൊക്കെ സ്വാഭാവികമായിട്ടും വന്ന കാര്യമാണ്. എനർജി നമുക്ക് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, 404 കിലോമീറ്റർ പോവും. AC ഓഫ് ചെയ്യുകയാണെങ്കിൽ 451 പോവും. ലാസ്റ്റ് ചാർജ്. ഓക്കെ, അതൊക്കെ കാര്യങ്ങളാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ് ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷെഡ്യൂൾ ചെയ്യാം ബാറ്ററിയുടെ അവസ്ഥ, അതായത് ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ ഇട്ടാൽ അല്ലെങ്കിൽ അതേസൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്താണെന്നുള്ളതൊക്കെയാണ് പെർസെൻറ്റേജ് ആണ്. പിന്നെ 360 ക്യാമറ കാര്യം പറഞ്ഞു. 360 ക്യാമറയിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ, റിയർ വ്യൂ, കോർണർ വ്യൂ. ഇപ്പോൾ ഞാൻ ഡോർ തുറന്നിട്ടിരിക്കുക, അങ്ങനെ തുറന്നിട്ടാലും നമുക്ക് കണ്ടോ ഈ വണ്ടി തുറന്ന് വെച്ചായിട്ട് കാണുള്ളൂ. അവിടെ ബ്ലാക്ക് ആയിട്ട് കാണില്ല മറ്റു വണ്ടികളെ പോലെ. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഫ്രണ്ട് അല്ലെങ്കിൽ റിയർ, അതാ ടോപ്പൊക്കെ കാണാം. ഞാനത് ക്ലോസ് ചെയ്യാം കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു AC-യുടെ കാര്യത്തിലേക്ക് പോകാം. ഈ AC എന്ന് പറയുന്നത് 21.5 ഡിഗ്രി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഓഫ് ചെയ്തു. പിന്നെ ഓട്ടോ AC-യുടെ കാര്യം കാണാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആ സ്ക്രീനിൽ വൃത്തിയായിട്ട് കാണാം. 2 AC-കൾ ഇപ്പോൾ സിങ്ക് ചെയ്ത് വെച്ചിട്ടാണ് ഡ്രൈവർ ഓൺലി ആക്കാൻ പറ്റും. ക്ലാസിക്, സ്മാർട്ട്, ഷെഡ്യൂൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്മാർട്ട് എന്ന് പറയുമ്പോൾ ക്ലിയർ വ്യൂ, AC മാക്സ്. ക്ലിയർ വ്യൂ എന്ന് പറയുമ്പോഴേ നമ്മൾ വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ സ്ക്രീനൊക്കെ മിസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, മഴയൊക്കെ പോവുകയാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ പോപ്പാൾ എന്ന് പറയുന്നത് ബാക്കിൽ വല്ല നമ്മുടെ എന്തെങ്കിലും ഒരു പെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയുന്നത്. ഇനി ഫേവറേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷനിൽ എന്താ അലക്സ, കലണ്ടർ, ഫോൺ, മീഡിയ എൻ്റർടൈൻമെൻറ്റിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഫൺ വർക്ക്, ഗാലറി, ഗ്രൂമി, ഹാർഡ് ഡ്രൈവ് ഒക്കെ ഉണ്ട്. സേവ് ചെയ്യാനൊക്കെ പറ്റും. സെൽഫി എടുക്കാൻ പറ്റും. സെൽഫി എടുക്കാൻ പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഒരു സെൽഫി എടുക്കാൻ പോണേ. ഹായ് ടിഷ്. ഓക്കെ, വീഡിയോ എടുക്കാം. എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എടുക്കുകയാണേ. ഹായ് 9S. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ക്യാമറ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഹായ് 9S, ഹായ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഒരു കാര്യം, ഒരു ഇന്ന നട്ട്ഷെല്ല് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ അവിടെ നമുക്ക് വീഡിയോ കാണാം, അല്ലെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ യൂസ് ചെയ്യാം. ഇനി ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ ക്ലസ്റ്ററിനകത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ക്ലസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഫോക്കസാണ്. ഡ്രൈവർ അസിസ്റ്റൻ്റ് ആക്കുമ്പോൾ നമുക്ക് ഡ്രൈവർ അസിസ്റ്റൻ്റ് കയറുള്ള കാര്യങ്ങൾ അവിടെ വരും. ഓക്കെ, അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നാവിഗേഷൻ ആകുമ്പോൾ ഫുൾ നാവിഗേഷൻ കാണിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നമുക്ക് അനലറ്റിക്സ് ഉണ്ട്. അനലറ്റിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് കറണ്ട് ട്രിപ്പ്, അതുപോലെ എത്ര കൺസപ്ഷൻ, 5.8 കിലോമീറ്ററാണ് ഒരു കിലോവാട്ട് അവറിൽ. ഞാൻ നല്ല ഡ്രൈവറാണ്. പവർ ഫ്ലോ, റിയർ വീൽ ഡ്രൈവാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെനുവിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എനിക്കിതിൽ ഇഷ്ടപ്പെടുന്നത് നാവിഗേഷനാണ് എന്നുള്ളതാണ്. ഇവിടെ പവർ, L1, L2 നാവിഗേഷൻ, LKS ഓഫ്. LKS എന്ന് പറയുമ്പോൾ സിംഗിൾ പെഡൽ ഡ്രൈവിൻ്റെയാണ്. EBS ഓഫ്, ഇതാ റേഞ്ച് അവിടെ കാണുന്നുണ്ട്. ഈ സംഗതി ഉണ്ടല്ലോ, ബ്ലൈൻഡ് സ്പോട്ടും നമുക്കവിടെ കാണാം കേട്ടോ. ആ HUD കാണാം, അത് ഗുണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാഡ് ഷിഫ്റ്റർ പോലുള്ള സംഗതികൾ പൊട്ടുകൊടുക്കുന്നത്. ഇതൊക്കെ യൂസ്ഫുള്ളാണ്. ഇത് ബൂസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഏത് മോഡാണ്, അങ്ങനെ പറയുമ്പോൾ കുറേ മോഡുണ്ട്. ഏത് മോഡിലാണെങ്കിലും ഇതൊരു 10 സെക്കൻഡ് നമുക്ക് ബൂസ്റ്റ് കിട്ടും. നമ്മൾ കണ്ടിട്ടുണ്ട് ഹാരിയറിൽ. ഇതാ ഇവിടെ നമുക്ക് സിംഗിൾ പെഡൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബട്ടൺ കാണാം, കണ്ടോ. ഈ അടച്ചു വെച്ചത് തുറക്കുമ്പോഴേ നമുക്കവിടെ 2 ചാർജിങ് പോർട്ട് കാണാം, ഒരു വയർലെസ് ചാർജിങ് കാണാം. ഈ ഗിയർ ലിവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗിയർ ലിവറും ഈ കീയും തമ്മിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും. ഇതാണ് ഇതിൻ്റെ iDrive BMW പോലെ സ്വിച്ചുകളാണ്. ഇവിടെ നമുക്ക് AC അല്ലെങ്കിൽ മ്യൂസിക്, ഓഡിയോ, അല്ലെങ്കിൽ കാറിൻ്റെ സെറ്റിങ്സ്, അതായത് മോഡാണ്. ഇത് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് എത്തും. ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ. എക്സ്റ്റീരിയറിനകത്ത് നമുക്ക് ടയേഴ്സ്, മിറേഴ്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവ് മോഡ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഡീഫോൾട്ട് മോഡ്, അതുപോലെ ഇവിടെ ഡിഫോൾട്ട് മോഡ്, റേഞ്ച്, എവരിഡേ,
റേസ്. ഈ റേസ് മോഡലാണ് ഞാൻ നേരെ ഓടിച്ചത്. ആ റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ സ്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഡുകളുണ്ട്. ഓക്കെ, അതൊക്കെ വണ്ടിയുടെ മൈ വെഹിക്കിളിൻ്റെ ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. പിന്നെ ഇൻറ്റീരിയർ സെറ്റിങ്സ് കണ്ടോ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാം. അത്യാവശ്യം നല്ല ഇൻഡ്യൂറ്റീവും അത്യാവശ്യം നല്ല റെസ്പോൺസീവുള്ള സ്ക്രീനാണ്. ഞാൻ മഹീന്ദ്ര സ്ക്രീനുകളിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലോ പ്ലാറ്റ്ഫോമുള്ള EVയുടെ ബോൺ ഇലക്ട്രിക്കിൻ്റെ സ്ക്രീനുകളാണ് ഈ കാര്യം പറയുന്നത്. AC ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഹർമൻ കാറിൻ്റെ ആ സ്പീക്കർ നമുക്ക് ഡോർ പാഡിൽ കാണാം. ഓക്കെ, ഇവിടെ XUV കയറിയിട്ട് നമ്മൾ 9S ഇരിക്കുമ്പോഴേ ഈ ഒരു ഭാഗം കാണുമ്പോൾ പറയാം, ഓ ഇത് XUV തന്നെയാണല്ലോ തോന്നും. വിച്ച് ഈസ് ഗുഡ് അല്ലേ? അതെ. ഈ സ്വിച്ചുകൾ എന്താ? ഇത് ESP, ഇത് HUD, ഇത് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്, ഹിൽ ലിസൺ കൺട്രോൾ, പാർക്ക് അസിസ്റ്റ്, പിന്നെ ഇത് ചാർജിങ് ഊരെടുക്കാനുള്ളത്. നമ്മൾ ചാർജിങ് കഴിഞ്ഞാൽ ഊരെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ലെവലർ. ഓക്കെ, അതൊക്കെ കണ്ടറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ഈ ഭാഗത്തു നിന്നാണ് HUD വരുന്നത് മുകളിലേക്ക്. ഇവിടെ ഈ മിററിന് ബെസൽ ലെസ് മിററാണേ, ഭംഗി കാണാനായിട്ട്. ഇതാണ് ആ സെൽഫി ക്യാമറ. ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഇവിടെ നമുക്കൊരു കണ്ണാടിയൊക്കെ കാണാം. ലൈറ്റുള്ള കണ്ണാടി. താറിൽ കണ്ട പോലെ റൂഫിലും സ്പീക്കറുണ്ട്. അപ്പോൾ ഒരുപാട് സ്പീക്കറുണ്ട്. ഇവിടെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഫീച്ചേഴ്സൊന്നും അങ്ങനെ മഹീന്ദ്ര ഒഴിവാക്കാറില്ലല്ലോ. ഈ ഗ്ലോ ബോക്സിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ്. അപ്പോൾ അതിങ്ങനെ സോഫ്റ്റായിട്ട് ഓപ്പൺ ആവും. കൊള്ളാം. കപ്പ് ഹോൾഡർ കാണാം. പിന്നെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാം. പിന്നെ ഇത് തുറക്കാം. തുറന്നു കഴിയുമ്പോൾ ഡീപ്പാണ്. ഒരു ചെറിയ തട്ടുണ്ട് കീ വെക്കാനായിട്ട്. പിന്നെ ഇതാണ് ഐ ഡ്രൈവിൻ്റെ പോലെ ബട്ടൺ ഞാൻ പറഞ്ഞത് കണ്ടോ. പിന്നിലെ ഡോറ് തുറക്കുകയാണ്. തുറക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു ടച്ചിങ് വരുന്നുണ്ട്. അടക്കി ഒന്നുകൂടി. ഊപ്സ്. ഈ സീറ്റ് കണ്ടോ, ഈ പിൻ സീറ്റ്, ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ടിരിക്കുന്ന സീറ്റാണ്. EV ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നുമില്ല പറഞ്ഞാൽ ഹമ്പും കാര്യങ്ങളൊന്നുമില്ല, ബമ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പിന്നിലും വെന്റിലേഷൻ ഉണ്ട്. പിന്നെ അവിടെ ഒരു കർട്ടനും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സൺഷെയ്ഡ്. ടോഗിൾ സ്വിച്ച്, പഞ്ചിൽ കണ്ട സ്വിച്ച്. ഇവിടെ ഒരു ഹാൻഡിലും കാണാം. ഇവിടെയും ഉണ്ട് ബോട്ടിൽ ഹോൾഡർ. വലുതാണേ, നല്ല ബോട്ടിൽ ഹോൾഡറാണ്. ഹാർമൻ കാർഡൻ 9S പിൻ സീറ്റ് കൊള്ളാം. നല്ല തൈ സപ്പോർട്ട്, നല്ല നീ റൂം, നല്ല ലെഗ് റൂം, നല്ല ഹെഡ് റൂം. പിന്നെ ഫ്ലാറ്റും ആണ്. AC വെൻസ് ഉണ്ട്. അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ചാർജറൊക്കെ ഉണ്ട് അവിടെ കണ്ടോ. പിന്നെ ആംറസ്റ്റൊക്കെ ഉണ്ട്, വലിയ ആംറസ്റ്റോ. ഓക്കെ, വിത്ത് ബോട്ടിൽ ഹോൾഡർ. എനിക്ക് ഈ സൺറൂഫും ഈ ഒരു സെറ്റിങ്സൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടെ കാണുന്ന സാധനം കണ്ടോ. ഈ സാധനം എന്ന് പറയുന്നത് സ്ക്രീൻ വെക്കാനുള്ളതാണ്. 65 വോട്ടിൻ്റെ ഒരു ചാർജിങ് ബോർഡ് വേണം. ഇതാണ് ആ ഒരു കർട്ടൻ അല്ലെങ്കിൽ സൺഷെയ്ഡ്. ലൈറ്റുമുണ്ട്, ഹാൻഡിലുമുണ്ട്. ഈ തിയേറ്റർ എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല, കുട്ടികൾക്കേ പറ്റൂ. ഓക്കെ, അപ്പോൾ 9S ആർക്കുള്ളതെന്ന് പറഞ്ഞാലേ ഇപ്പോൾ XUV 7XO അതല്ലെങ്കിൽ പഴയ 700 ഉള്ള ആൾക്കാർക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, 7XO വാങ്ങാൻ പോകുന്ന ആൾക്കും 700 ഉള്ള ആൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് EV ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 9E അല്ലെങ്കിൽ B6 പോലെ ഒരു ഏലിയൻ രൂപമല്ല എന്നുള്ളതും കണ്ടാൽ ഒരു XUV പോലെ ഉണ്ട് എന്നുള്ളതുമാണ് ആ വണ്ടിയുടെ പ്രത്യേകത. ഇപ്പോൾ 25 ലക്ഷം രൂപയോളമാണ് പാക്ക് 1 എബോൻ്റെ ഓൺ റോഡ് പ്രൈസ്. അതുപോലെ ഈ വണ്ടിയുടെ ഇപ്പോൾ ആ കിടക്കുന്ന വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 34 ലക്ഷത്തി സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ്, 35 താഴെ. അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഒരു ടോപ്പ് എൻഡ് EV വിത്ത് 79 kWh ബാറ്ററി വിത്ത് 288 HP പവർ എന്നുള്ളത് ഒരു അട്രാക്ഷനാണ്. പിന്നെ 0 to 100 ഒക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. അതായത് 7 സെക്കൻഡ്സിൽ 100 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ വണ്ടി ഇലക്ട്രിക് വണ്ടികളുടെ പ്രധാന ഗുണം എന്ന് പറയുന്നത് പെർഫോമൻസ് തന്നെയാണ്. 288 HP പവറുള്ള ഈ വണ്ടി 0 to 100 in 7 seconds എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കണക്കിലിടണം. അടിയിൽ ബാറ്ററി ഉണ്ട്, 79 kWh. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു പെർഫോമൻസ് അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ സ്ലീപ്പർ കാർ എന്നൊക്കെ പറയില്ല, അതുപോലെ സ്ലീപ്പർ ആയിട്ടുള്ള ഒരു XUV എന്ന് നമുക്ക് ഈ ഒരു 9S പറയാം. കാരണം XUVയുടെ രൂപമുണ്ട്, പക്ഷേ കാല് കൊടുത്ത വെടിച്ചിലാണ് അങ്ങനെ പറയുമ്പോൾ. പെട്രോൾ മോശം നല്ല 200 bhp ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ കൂടുതൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസുള്ള വണ്ടി 9S തൽക്കാലം പറയാം. എനിക്ക് തോന്നുന്നത് പാക്ക് 1 എബോ 59 kWh ബാറ്ററിയുള്ള വണ്ടി ഉണ്ടല്ലോ, അതായത് 25 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടി, അതാണ് ഇതിൻ്റെ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ. ആ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ചിൽ 450 റേഞ്ചൊന്നും അതിന് കിട്ടാനില്ല, 400 കിട്ടണം. കാരണം 10 kWh കൂടുതലാണല്ലോ. 59, 79, 10 59, 60, 20 kWh വ്യത്യാസമുണ്ട്. ആ 20 kWh നമ്മൾ കൊടുക്കേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ ടോപ്പിൻ്റെ മുകളിൽ വർത്തായി. കാരണം 20 kWh ബാറ്ററിയുടെ വണ്ടി നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടില്ല. കാരണം കൊമറ്റിന് 18 kWh ബാറ്ററി, അതിന് ഏറെക്കുറെ 10 ലക്ഷം രൂപ വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡും വർത്തായി. അപ്പോൾ 34 സംതിങ് വരെയുള്ള ഈ 9Sൻ്റെ ഈ പാക്ക് 3 എബോ എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് വാല്യൂ ആയിട്ട് തോന്നും. ഇതിൻ്റെ യാത്രാസുഖം എന്ന് പറയുന്നത് എനിക്ക് നല്ല മികവായിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ ഓടിക്കുമ്പോഴേ നമുക്ക് റൈഡ് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ കൈൻഡ് ഓഫ് വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് അങ്ങനെ നോക്കിയാൽ നല്ല റൈഡ് ക്വാളിറ്റിയുള്ള വണ്ടി എന്ന് 9Sനെ പറയാം. ഞാൻ ചെറുതായിട്ടൊരു കമ്പാരിസൺ ഹാരിയർ EVയുമായിട്ട് വെച്ചാൽ
ഇതിൻ്റെ റൈഡ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആണ്. സ്റ്റിൽ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇത്തിരി ഓവർ സോഫ്റ്റ് ആണെന്ന് തോന്നി. ആ കാര്യം ഹൈറിവിക്കില്ല. അവിടെ ഹൈറിവിയുടെ പ്ലസ് പോയിൻ്റ് ആയിട്ട് അത് കാണാം. അതായത് ഇതും FSD ആണ്, ഫ്രീക്വൻസി സെലക്റ്റഡ് ഡാമ്പേഴ്സ് ആണ്. പിന്നീട് അവർ അടുത്ത വണ്ടി 7X വന്നപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇട്ടു, ഡാവിഞ്ചി ഡാമ്പേഴ്സ്. നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. വേണമെങ്കിൽ നിങ്ങൾ ഡാവിഞ്ചി ഉള്ളതിന് പകരം സുകുമാരൻ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഡാമ്പേഴ്സിന് പേരിടുന്നുള്ളൂ. FSD തന്നെയാണ്, ചെറിയൊരു മാറ്റങ്ങളിലെ FSD ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് റേഞ്ചാണ്. ബ്ലേഡ് ബാറ്ററിയുടെ ആ ഒരു ബ്ലേഡിൻ്റെ വിന്യാസം വെച്ചിട്ടുള്ള റേഞ്ചും ഈ റിയർ വീൽ ഡ്രൈവിൻ്റെ പെർഫോമൻസുമാണ്. പഴയ BE6 അല്ലെങ്കിൽ XCV9 ഒക്കെ ESP എന്ന് പറയുന്നത് അത്ര വണ്ടീനെ കടിച്ചു പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓടിക്കുമ്പോൾ പലപ്പോഴും ESP ഓൺ ആണെങ്കിലും വണ്ടി ഒന്ന് സ്ലൈഡൊക്കെ ചെയ്യുമായിരുന്നു, വണ്ടി ഒന്ന് അൺസെറ്റിൽ ആവുമായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെയില്ല. ഇതിൻ്റെ ESP ഒക്കെ പക്കയാണ്. ഞാൻ പലപ്പോഴും അൺസെറ്റിൽ ചെയ്യാൻ വേണ്ടി നോക്കി ESP ഓഫ് ചെയ്യാണ്ട് ഓണാക്കിയിട്ട്, അപ്പോൾ വണ്ടി അനങ്ങിയൊന്നുമില്ല. അതായത് വണ്ടി ക്ലീനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റോട് വന്നിട്ട് മഹീന്ദ്ര ഇലക്ട്രിക് കാറുകളിലെ ഈ പെർഫോമൻസ് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. ESP നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഓടിക്കാൻ പറ്റും. ഇനി ടയർ തേഞ്ഞ് പോയി അങ്ങനെ നമുക്ക് വണ്ടി കുറച്ച് കാലം കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു നല്ല വണ്ടി നോക്കുന്നതെങ്കിൽ, ഒരു നല്ല മഹീന്ദ്ര ഇലക്ട്രിക് കാറാണ് നോക്കുന്നതെങ്കിൽ, ഒരു കാറിൻ്റെ രൂപമുള്ള ഇലക്ട്രിക് കാറാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 9S സ്പോട്ടോണാണ്. അതാണ് എൻ്റെ കാര്യം. അപ്പം 3 സ്ക്രീൻ അല്ലെങ്കിൽ ആ മുകളിലെ നമ്മുടെ HUD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഫീച്ചേഴ്സായിട്ട് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ മോഡൽ, അതായത് ഈ വണ്ടിയുടെ പാക്ക് 1 എബോ എന്ന് പറയുന്ന 59 kWh ബാറ്ററി ഉള്ള ആ ഒരു മോഡലാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ ബാഹുല്യം വേണ്ട, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ല കൂടുതൽ വേണ്ടത്. പകരം വണ്ടിയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളാണെങ്കിൽ ഒരു 40 bhp വ്യത്യാസമുണ്ട്. എന്നാലും ആ വണ്ടിയുടെ ബാറ്ററിക്ക് വെച്ചിട്ട് ആ ഒരു പവർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവറാണ്. 200 bhp മുകളിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് കാല് കൊടുത്ത് ഓടിക്കാനൊക്കെ പറ്റും. ഇതുപോലെ ബൂസ്റ്റ് മോഡിട്ട് കാല് കൊടുത്താൽ ഈ ഒരു കയറ്റം കയറുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഫോർ മണി നോക്കുകയാണെങ്കിൽ ആ ഒരു മോഡൽ സ്ട്രേഞ്ച് ആണ്. പക്ഷേ ഈ പാക്ക് 1 എബോ എന്ന് പറഞ്ഞ വേരിയന്റിന് 79 kWh ബാറ്ററിയുള്ളൊരു മോഡൽ ഉണ്ടാകാൻ കേട്ടത്. പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ലെന്നും കേട്ടു. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡീലർഷിപ്പിൽ അന്വേഷിച്ചോളൂ. അത് മെഗാ വാല്യൂ ആണ്. അതല്ലെങ്കിൽ ടോപ്പ് എൻഡ് മോഡൽ ഫീച്ചേഴ്സിന് വേണ്ടി വാങ്ങാം. ഇതിൻ്റെ 3rd row സീറ്റ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം യാത്രകൾക്ക് പറ്റും. ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഫ്രണ്ട് ഇരിക്കുന്ന ഏറ്റവും ബാക്ക് സീറ്റിലാണ്. പുള്ളി അത്യാവശ്യം കംഫർട്ടബിൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ഉയരമുള്ള ആളുകളുടെ കാര്യമാണ്. കുറച്ച് കുട്ടികൾക്കും കുറച്ച് ഉയരം കുറഞ്ഞ ആളുകൾക്കും, ഉയരം കുറഞ്ഞ പറയുമ്പോൾ അതൊരു ബോഡി ഷേമിംഗ് ആയിട്ട് പറയണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റായിട്ട് ബാക്കിലെ സീറ്റ് കാണാം. അപ്പോൾ 7 സീറ്റർ ഇലക്ട്രിക് കാർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം BYD E-Max 7 വില നമുക്കറിയാം. അത് 30 ലക്ഷത്തിന് മുകളിലാണ്. ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 30 ലക്ഷത്തിന് മുകളിലാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസും പവറും മഹീന്ദ്രയുടേതായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ നമുക്ക് കുറച്ചുകൂടി അറിയുന്ന ഒരു കമ്പനിയാണെന്നുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് നല്ലതായിട്ട് തോന്നി. ഇതിന് സ്റ്റിയറിങ്ങിൻ്റെ സപ്പോർട്ടുണ്ട്. ചില ആളുകൾ വണ്ടിയുടെ ബാക്കിലേക്ക് തിരിഞ്ഞ് വണ്ടിയുടെ വഴിക്ക് വിടുന്ന വീഡിയോ നമ്മൾ കണ്ട്. അങ്ങനെ ചെയ്യരുതൊക്കെ റെസ്പോൺസിബിൾ ആണ്. പക്ഷേ ഇതിന് ലൈൻ കീപ്പ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതായത് ലൈൻ സെൻറ്ററിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്റ്റീവാണ്. അപ്പോൾ ഞാനത് വിട്ടിട്ടാണ് വിടുന്നത് കേട്ടോ. പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, എമർജൻസി ബ്രേക്ക് ഉണ്ട്, ഓക്കെ, അഡാസ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ബട്ടൺസ് നമുക്ക് ഈ ജനറേഷന് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ഫ്ലിംസി ആയിട്ട് തോന്നി. അമർത്തി നോക്കിയാൽ പൊട്ടുമോ തോന്നി, അമർത്തി നോക്കി പൊട്ടൊന്നുമില്ല. പിന്നെ സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിൻ്റെ സ്വിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല കാര്യമാണ്. അത്യാവശ്യം ബൂസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് എടുത്ത് ഉപയോഗിക്കാം. ഒന്ന് ഓട്ടോയൊക്കെ ചെയ്യണമെങ്കിൽ, ഒന്ന് ഫാസ്റ്റായിട്ട് ആളുകൾ ഞെട്ടിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ടിൽറ്റും റീച്ചും ഉള്ള മെമ്മറി സീറ്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്കിൻ്റെ അവർ ഇരിക്കുന്ന പൊസിഷൻ എർഗണോമിക്കലി എന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ 3 സ്ക്രീൻ ഉണ്ട്. അത് ഓവർക്കില്ലാണെന്നൊക്കെ ആളുകൾ പറയുമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ നല്ല സ്ക്രീൻ, കണ്ണിൻ്റെ താഴെയാണ് ആ സ്ക്രീൻ. നമ്മുടെ വിസിബിലിറ്റിയെ തടസ്സപ്പെടുന്നില്ല. പക്ഷേ വിസിബിലിറ്റി തടസ്സപ്പെടുന്ന ഒരു ഡാഷ്ബോർഡിൻ്റെ റിഫ്ലക്ഷൻ ഞാൻ കണ്ടു. അത് ഈ പുതിയ തലമുറ വണ്ടികൾക്ക് എല്ലാം ഉണ്ട്. അതിവിടെ XUVയുടെ ഈ ഒരു XEVയുടെ ഈ ഒരു 9Sനുണ്ട്. ഇവിടെ HUD ഉണ്ട്. HUDയിൽ ഓഗ്മെൻറ്റ് റിയാലിറ്റിയിൽ നമുക്ക് മാപ്പൊക്കെ ഇടുമ്പോഴേ നമുക്ക് ആ തിരിവെത്തുമ്പോൾ ആ തിരിവിലേക്ക് ആരോ കാണിക്കുന്നു. പിന്നെ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി വരുമ്പോൾ ഒരു വലിയ ലൈൻ കാണിക്കുന്നു, സ്പീഡ് കാണിക്കുന്നു, ലൈൻ കീപ്പ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അഡാസിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു. അതൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാലം മുന്നേ വരെ വളരെ വില കൂടിയ കാറുകളിൽ മാത്രം കിട്ടിയിരുന്ന കാര്യമാണ്. ഇതും വില കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ഇന്നോവ ഹൈക്രോസ് വാങ്ങുന്ന ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ വണ്ടിയിൽ കിട്ടുന്ന കാര്യങ്ങളായിട്ട് ഈ ഫീച്ചേഴ്സിന് കാണുമ്പോൾ ഇന്നോവ ഹൈക്രോസ് ആയിട്ട് ഒരു കമ്പാരിസൺ വെച്ചാൽ പോലും ഗജാന്തരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഫീച്ചേഴ്സിന് കാണാം. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ നല്ല പ്ലഷായിട്ട് റൈഡുള്ള, നല്ല ഫാസ്റ്റായിട്ടുള്ള, നല്ല ക്വിക്കായിട്ടുള്ള, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു SUV, ഇലക്ട്രിക് SUV ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു വണ്ടിയായിട്ട് 9Sനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഈ വണ്ടിയിൽ വേണ്ടതെല്ലാം ഉണ്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ നല്ലതായിട്ട് തോന്നി, അതുപോലെ ബ്രേക്സ് നല്ലതായിട്ട് തോന്നി, കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാലുകൊടുത്ത കയറി പോകുന്ന ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇലക്ട്രിക്കിൻ്റേതുപോലെ നമുക്ക് ആ ശരീരത്തിനകത്തെ ഓർഗൻസ് മുഴുവൻ പുറത്ത് വരുന്ന പോലെ അത്ര അഗ്രസീവായിട്ടല്ല, പക്ഷേ ഒരു ലീനറായിട്ടുള്ള ആക്സിലേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യ ജനറേഷൻ EVകളൊക്കെ ഓടിക്കുന്നത് നമുക്കറിയാം. EV ഓടിക്കുമ്പോൾ EVയുടെ പെട്ടെന്നുള്ള അഗ്രഷൻ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ആ ഒരു ലോഞ്ചൊക്കെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ഈ വണ്ടിക്കകത്ത് അങ്ങനെയുള്ള ഫീലൊന്നും തോന്നിയില്ല. സ്റ്റിൽ നോസ് ഒന്ന് പൊന്തുന്നുണ്ട്, പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ നോസും ഡൈവ് ചെയ്യുന്നുണ്ട്. ഇത് ഇംഗ്ലോ പ്ലാറ്റ്ഫോമാണ്. ഇംഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ XUV
അല്ലെങ്കിൽ 7XO എന്ന് പറയുന്ന വണ്ടിയുടെ പാനലുകൾ ആ ഒരു പാനലുകളോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതേ പാനലുകൾ തന്നെ ഞാൻ പറയാം ആ പാനലുകൾ വെച്ചുണ്ടാക്കിയിട്ടുള്ള ബോഡിയാണെന്ന് മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോമിലെ ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ നടന്നു നോക്കി, മുന്നിൽ നമുക്ക് കാണാൻ പറ്റും മക്ഫെഡ് സ്റ്റാർട്ടാണ്, ബാക്കിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ തന്നെയാണ്. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ മഹീന്ദ്രയ്ക്ക് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാറുണ്ട്, കാരണം മഹീന്ദ്രയ്ക്ക് ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഈവൻ XUV ഉണ്ട് ഓൾ വീൽ ഡ്രൈവ്, XUV 7XO ഒക്കെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. പക്ഷേ അവർ കൊടുക്കാതിരിക്കുന്നത് കോസ്റ്റ് ഇൻ ചെക്കിൽ നിൽക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ബാറ്ററിയുടെ കിലോവാട്ട് അവർ കൂട്ടി നല്ല കാര്യമായിട്ട് തോന്നി. നല്ല ഒരു കിലോവാട്ട് അവർ ബാറ്ററി, നല്ല റേഞ്ചും ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് വരുന്നത് 4.4 കിലോമീറ്ററാണ് പെർ കിലോവാട്ട് അവറിൽ. അപ്പോൾ തന്നെ ആ റേഞ്ചിൽ നിന്ന് കണക്ക് കൂട്ടിക്കോ. എന്തായാലും 450 കിലോമീറ്റർ വരെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 380 ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ കുറച്ച് ഓടിച്ചു വണ്ടി. അത്രയും കിലോമീറ്ററൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ എന്ന നിലയ്ക്ക്, ഡെയിലി യൂസ് ചെയ്യാവുന്ന വണ്ടി എന്ന നിലയ്ക്ക്, ഒരു ഇലക്ട്രിക് കാർ നോക്കുകയാണെങ്കിൽ, ഇലക്ട്രിക് SUV നോക്കുകയാണെങ്കിൽ, ഒരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊള്ളാം, നല്ല ഓപ്ഷനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി.